തോന്നുന്ന കൗതുകങ്ങളാണ് നമ്മളുടെ സമൂഹത്തിൻ്റെ സൗന്ദര്യം നിലനിർത്തുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിരന്തരമായി പുതുമ സൃഷ്ടിക്കുന്നത്. ആലപ്പുഴ ചാരുമൂടുള്ള വിജേഷിൻ്റെ വീട് അത്തരത്തിൽ ഒരു അത്ഭുത ലോകമാണ്. വിവിധ വാഹനങ്ങളുടെ ഭാഗങ്ങൾ കൊണ്ടാണ് അദ്ദേഹം വീട് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വെറുമൊരു താമസസ്ഥലം മാത്രമല്ല കേട്ടോ, ഇതൊരു അത്ഭുത, ഒരു ഉഗ്രൻ കലാസൃഷ്ടിയാണ്. ആലപ്പുഴ ചാരുമൂട്ടിലെ വിജേഷിൻ്റെ ഈ വെറൈറ്റി വീടിൻ്റെ വലിയൊരു ഭാഗം പൂർണ്ണമായും പഴയ വാഹന ഭാഗങ്ങൾ പുനരുപയോഗിച്ച് നിർമ്മിച്ചതാണ്. അംബാസഡർ കാറിൻ്റെ എഞ്ചിൻ ക്യാബിനിൽ കുഷിനിട്ട് സിറ്റൗട്ടിൽ ഒരുക്കിയ ഇരിപ്പിടം, ഒരു സ്കൂട്ടർ കസേര വരാന്തയിലിരിക്കുന്നു. യമഹ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്കിൽ കത്തുകളിടാം, സൈക്കിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. ഹാളിൽ യമഹയുടെ എഞ്ചിൻ കൊണ്ടുള്ള ടീപ്പോയ്. പെട്രോൾ നോസൽ ടാപ്പിൽ കൈകൾ കഴുകാം. അങ്ങനെ വിശേഷങ്ങൾ അനവധി. പതിനാല് വർഷം വാടക വീട്ടിൽ താമസിച്ച വിജേഷിന് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങിയപ്പോൾ വാഹനങ്ങളോടുള്ള തൻ്റെ അടങ്ങാത്ത താല്പര്യത്തെ കൂടെ കൂട്ടുകയായിരുന്നു. എത്താൻ കാരണം വീടില്ലായിരുന്നു നമുക്ക്. അപ്പം താമസം ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമായിരുന്നു. ഞാനൊരു 14 വർഷം കൊണ്ട് വാടകയ്ക്കായിരുന്നു താമസിക്കുന്നത്. അപ്പം വീട് ഒരു നമുക്ക് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന വാഹനങ്ങളുമായിട്ടാണ്. അപ്പം അങ്ങനെ ആദ്യം മനസ്സിലൊരു ആലോചന ഉണ്ടായിരുന്നു, വാഹനങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിലവ് ചുരുക്കാമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്തത്. ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാഹനങ്ങൾ ഉപയോഗിച്ചത്. അല്ലാതെ കൗതുകം ജനിപ്പിക്കണമെന്നൊന്നും മനസ്സിലില്ലായിരുന്നു. അത് എങ്ങനെയൊക്കെ ഇങ്ങനെയായി തീർന്നു. വിജേഷിൻ്റെ വീടിനുള്ളിലെ അലങ്കാരപ്പണികൾ കണ്ടാൽ ആരും അതിശയിച്ചു പോകും. സ്പാനറുകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഡൈനിങ് ടേബിളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. സൈക്കിൾ കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങളാണ് മറ്റൊരു വ്യത്യസ്ത കാഴ്ച. വാതിലുകളിൽ സ്പാനർ ഉപയോഗിച്ചുള്ള ഹാൻഡിലുകൾ. പഴയ ചേതക് ബൈക്ക് ഉപയോഗിച്ചുള്ള ഇരിപ്പിടം. ചേതക് സ്കൂട്ടറിൻ്റെ ഹാൻഡിലും ഹെഡ്ലൈറ്റും ഉപയോഗിച്ചുള്ള ലൈറ്റ് തുടങ്ങി വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ വീട്. വാഷ് ബേസിൻ്റെ അടിഭാഗത്തുള്ള ക്ലച്ച് പെഡൽ അമർത്തിയാൽ നോസിൽ നിന്ന് വെള്ളം വരും. ഈ വീടിൻ്റെ ചിലവാകട്ടെ 7.5 ലക്ഷം രൂപ മാത്രമാണ്. ഒരു വർഷം കൊണ്ടാണ് 650 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ വീട് നിർമ്മിച്ചത്. വാഹനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വൈവിധ്യമാർന്ന വസ്തുക്കളാണ് ഈ വീട് മുഴുവൻ. വെന്റിലേഷൻ സംവിധാനം ടാറ്റ 407 മിനി ലോറിയുടെ ഭാഗങ്ങളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതികരണം നല്ലതായിരുന്നു. ഇത് നല്ല രീതിയിൽ റീച്ചായി. കാരണം എല്ലായിടത്തും എത്തി എൻ്റെ വീട്. അപ്പോൾ എൻ്റെ നാടും അറിയപ്പെട്ടു. അതിൽ വലിയ സന്തോഷം, ഞാനും അറിയപ്പെട്ടു. പുതിയ പുതിയ ആശയങ്ങളുണ്ട്. അത് കുറേശ്ശെ ചെയ്യണമെന്നാണ്
കാരണം മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുക എന്നാണ്. അടുക്കളയിൽ ഫോക്സ് വാഗൺ കാർ പോലെ ചായം പൂശിയ ഫ്രിഡ്ജ്, പഴയ തവയിൽ നിർമ്മിച്ച ക്ലോക്ക്, തേങ്ങാച്ചിരവ, തനത് ഭംഗിയുള്ള ഒരു പച്ചക്കറി സംഭരണക്കൊട്ട എന്നിവ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. സ്വിഫ്റ്റ് കാറിൻ്റെ ഷോക്ക് അബ്സോർവറിൽ നിന്ന് നിർമ്മിച്ച ലൈറ്റ് ഫിക്സറും മുറിച്ച വാഹന ടയറുകളിൽ നിന്ന് നിർമ്മിച്ച സ്റ്റോറേജ് സ്റ്റാൻഡും ഉൾപ്പെടെ എണ്ണിയാൽ തീരാത്ത കലാകൗതുകങ്ങൾ. പച്ചക്കറി എരിയുന്നതിനുള്ള ഡെസ്കിൽ വെളിച്ചത്തിനായി സ്വിഫ്റ്റ് കാറിൻ്റെ ഷോക്ക് അബ്സോർവറിലാണ് ലൈറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. പഴയ വാഹന ഭാഗങ്ങൾ ഇത്തരത്തിൽ ഭംഗിയായി പുനർനിർമ്മിച്ച് ഉപയോഗിക്കുകയാണ് വിജേഷ്. ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച ചെയ്തതാണ് ഈ ഒരു ഡിസൈൻ. അപ്പം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞായറാഴ്ച ദിവസം അവധി കിട്ടുമ്പോൾ നമ്മളത് ചെയ്യും. എല്ലാ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അടുത്ത പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയാണ്. ഒരു 5 രാജ്യം പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതും വണ്ടികൾ പഴയ വണ്ടി തന്നെയാണ്, ഒരു ബജാജ് ചേതക്കാണ്. അപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഇപ്പം. തീർന്നില്ല വിജേഷിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. വാഹനത്തിൻ്റെ ഭാഗങ്ങളോടൊപ്പം കള്ളി ചെത്താനായി ചെത്തുതൊഴിലാളികൾ ഉപയോഗിക്കുന്ന കത്തിയും കുടവും ഷോക്കേസിൽ അച്ഛൻ്റെ ഓർമ്മകൾ ഉണർത്തി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. തെങ്ങ് കയറുന്ന അച്ഛൻ്റെ ചിത്രവും ഹാളിലെ ഭിത്തിയിൽ വരച്ചു ചേർത്തിരിക്കുന്നു. മോഫ മോട്ടോർ സൈക്കിളാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം. ഈ മോഫയ്ക്കാവട്ടെ ഒരു റെക്കോർഡിൻ്റെ കഥ കൂടി പറയുവാനുണ്ട്. കേരളത്തിൽ നിന്ന് ഗോവ വരെ നീണ്ട യാത്രയുടെ കഥ. വെറും 20 cc യുള്ള ഈ മോട്ടോർ സൈക്കിളിൽ ഗോവ വരെ യാത്ര ചെയ്ത വിജേഷിനെ തേടിയെത്തിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. ഒരു മോട്ടോർ ഘടിപ്പിച്ച സൈക്കിൾ പോലെയാണ് മോഫ. അതുകൊണ്ട് തന്നെ സസ്പെൻഷനോ അനുബന്ധ സാമഗ്രികളോ ഇല്ല. ആകെ 30 കിലോയാണ് ഭാരം. JCB ഓപ്പറേറ്ററായിരുന്ന വിജേഷ് ഇരുചക്ര വാഹന വർക്ക്ഷോപ്പ് നടത്തുന്നതിനൊപ്പം 8 സെന്റ് പുരയിടത്തിൽ കുതിരയെയും പശുവിനെയും വളർത്തുന്നുണ്ട്. ഇതിനെല്ലാം പ്രോത്സാഹനങ്ങളുമായി ഭാര്യ അനുവും വിദ്യാർത്ഥിയായ മകൾ ഋതുവും കൂടെയുണ്ട്. പലയിടങ്ങളിൽ നിന്നായി ആക്രിവിലയ്ക്ക് വാങ്ങിയവയാണ് വിജേഷിൻ്റെ വീട്ടിലെ സ്പെയർ പാർട്സുകളെല്ലാം. വിജേഷിൻ്റെ ആശയങ്ങളെ കോൺട്രാക്ടർ സജികുമാറാണ് 1 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കിയത്. വീടിൻ്റെ മുറ്റത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുവനമാണ് മറ്റൊരു പ്രത്യേകത. ബോൺസായി വൃക്ഷങ്ങൾ ആണ് ഇവിടെ വളർത്തുവാൻ ഉദ്ദേശിക്കുന്നത്. പഴയകാല വാഹനങ്ങളോട് വലിയ അഭിനിവേശം മനസ്സിൽ സൂക്ഷിക്കുന്ന വിജേഷിൻ്റെ വീട്ടുമുറ്റത്ത് പഴയ മോഡൽ പ്രീമിയം പത്മിനി കാറും പഴയ SD ബൈക്കും ഇടം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റെങ്ങും കാണാനാവാത്ത നിരവധി കാഴ്ചകളാണ് ചാരുമൂട്ടിലെ ഈ വീട് നിറയെ. അങ്ങനെ ഈ ആഴ്ചത്തെ സെൻട്രൽ മാഗസിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.